നമസ്കാരം. മിഡിസ്റ്റ് അവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം. തൽബിയത്ത് മന്ത്രങ്ങളുമായി തീർത്ഥാടകർ മിനായിൽ. അറഫ സംഗമം നാളെ. കുവൈത്തിൽ 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് റേഷൻ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യരുതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം. സ്പോൺസറുടെ ഒറിജിനൽ സിവിൽ ID ഹാജരാക്കാത്ത വീട്ടുജോലിക്കാർക്കും റേഷൻ നൽകരുത്. സംസ്ഥാനത്ത് വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. കൊല്ലം പത്തനാപുരത്ത് ഗർഭിണിയടക്കം 10 പേർക്ക് കടിയേറ്റു. കായംകുളത്ത് ആക്രമണത്തിനിരയായത് 7 പേർ. കണ്ണൂർ മമ്പറത്ത് ആക്രമണത്തിനിരയായ നാടോടി സ്ത്രീ ഗുരുതരാവസ്ഥയിൽ. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തണമെന്ന് VM സുധീരൻ. അൽഹിന്ദ് ഹജ്ജ് ഉംറ നാഥന്റെ വിളികേട്ട്. ഈ വർഷത്തെ ഹജ്ജ് ചടങ്ങുകൾ തുടങ്ങി. ഹാജിമാർ മിനായിലെത്തി. തൽബിയത്ത് മന്ത്രങ്ങൾ ഉരുവിട്ട് ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ഹാജിമാരുടെ വരവ് ഉച്ചയോടെയാണ് അവസാനിച്ചത്. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം നാളെയാണ്. ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ മിനാ താഴ്വരയിലെത്തി. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മിനായിലേക്കുള്ള പ്രയാണം ഇന്ന് പുലർച്ചെയോടെ സജീവമായി. മിനായിലേക്കുള്ള മുഴുവൻ വഴികളും തൽബിയത്ത് മന്ത്രങ്ങളുമായി ഹാജിമാരെ കൊണ്ട് നിറഞ്ഞു. ബസ്സുകളിലും കാൽനടയായുമായാണ് ഹാജിമാർ തമ്പുകളിലെത്തിയത്. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള തീർത്ഥാടകർ മിനായിലേക്ക് നീങ്ങിയത്. സ്വകാര്യ ഗ്രൂപ്പുകളിൽ വന്ന ഹാജിമാർ ഉൾപ്പെടെ ഭൂരിഭാഗം ഇന്ത്യൻ തീർത്ഥാടകരും ഇതിനകം മിനായിലെത്തിക്കഴിഞ്ഞു. നാളത്തെ അറഫ ദിനത്തിലൊഴികെ ഹജ്ജ് അവസാനിക്കുന്ന ദുൽഹജ്ജ് 13 വരെ തീർത്ഥാടകർ മിനായിലാണ് താമസിക്കുക. നാളെ പുലർച്ചെ വരെ ദൈവസ്മരണയും ഖുർആൻ പാരായണവും നമസ്കാരവുമായി ഹാജിമാർ തമ്പുകളെ ധന്യമാക്കും. പ്രത്യേക കർമ്മങ്ങൾ ഒന്നും ഇന്ന് മിനായിൽ നിർവഹിക്കാനില്ല. ഹജ്ജിന്റെ തയ്യാറെടുപ്പുകൾക്കുള്ള ദിനമാണിന്ന്. തീർത്ഥാടകർക്ക് മികച്ച സൗകര്യമാണ് തമ്പുകളിലുള്ളത്. ഇന്നലെ രാത്രിയിൽ തണുത്ത കാലാവസ്ഥയായിരുന്നെങ്കിലും ഇന്ന് നല്ല ചൂടാണ് മിനയിൽ അനുഭവപ്പെടുന്നത്. മിനയിൽ ഇന്ന് പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ചെയ്യാനില്ലെങ്കിലും ഹജ്ജിന്റെ വരും ദിവസത്തേക്കുള്ള മാനസികവും ശാരീരികവുമായുള്ള തയ്യാറെടുപ്പിലാണ് തീർത്ഥാടകർ. ഇന്ന് രാത്രിയോടുകൂടി ഹാജിമാർ അറഫയിലേക്ക് നീങ്ങും. മിനായിൽ നിന്നും സാബിത് സലീമിനോടൊപ്പം റബി മുഹമ്മദ്, മീഡിയ 1. വിശുദ്ധ കാബയെ നാളെ പുതിയ കിസ്വ പുതപ്പിക്കും. മക്കയിലെ കിസ്വ ഫാക്ടറിയിൽ ഇതിനായി പുതിയ കിസ്വ തയ്യാറായി കഴിഞ്ഞു. തീർത്ഥാടക ലക്ഷങ്ങൾ അറഫ സംഗമത്തിനായി തിരിക്കുന്ന സമയത്താണ് കാബയെ പുതിയ മൂടുപടം പുതപ്പിക്കുക. കാബയുടെ അകംഭാഗത്തെ ചുമരുകൾ മൂടുന്ന പച്ചപ്പട്ടും പുറംവശത്തെ ചുമരുകൾക്ക് ആവരണം തീർക്കുന്ന കറുത്ത പട്ടും കഴിഞ്ഞ ദിവസം തന്നെ കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാർക്ക് കൈമാറിയിരുന്നു. നാളെ രാവിലെയാണ് ഇവ കാബയെ അണിയിക്കുക. എല്ലാ വർഷവും അറഫാ ദിനത്തിലാണ് കിസ്വ മാറ്റം നടത്താറുള്ളത്. 47 قطعة عدد القطع الموجودة على الكعبة. ثوب الكعبة يغير كل سنة واحدة مرة اللي هو يوم عرفة. മക്ക ഉമ്മുൽ ജൂദിലുള്ള ഫാക്ടറിയിലാണ് പുതിയ കിസ്വ നിർമ്മിച്ചത്. സ്വർണം പൂശിയ നൂലുകൊണ്ടുള്ള ചിത്രപ്പണികളും ഖുർആൻ സൂക്തങ്ങളും കൊണ്ട് അലങ്കൃതമാണ് കിസ്വ. ഇറ്റലിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത പട്ടിലാണ് ഇതിന്റെ നിർമ്മാണം. ഏകദേശം 22 ദശലക്ഷം റിയാലാണ് നിർമ്മാണ ചെലവ്. 79 നെയ്ത്തുകാർ ഉൾപ്പെടെ 190ഓളം ജീവനക്കാർ 1 വർഷത്തോളം എടുത്താണ് കിസ്വ നിർമ്മാണം പൂർത്തിയാക്കിയത്. 16 മീറ്റർ നീളമുള്ള ലോകത്തെ ഏറ്റവും വലിയ നെയ്ത്ത് മെഷീൻ ഉൾപ്പെടെ മികച്ച സൗകര്യങ്ങളാണ് ഫാക്ടറിയിലുള്ളത്. കിസ്വ ഫാക്ടറി മേധാവി ഡോക്ടർ മുഹമ്മദ് ബാജൌദയുടെ നേതൃത്വത്തിൽ 86ഓളം ജീവനക്കാർ ചേർന്നാണ് കാബയെ പുതിയ കിസ്വ അണിയിക്കുക. ഓരോ അറഫാ ദിനത്തിലുമാണ് കാബയെ പുതിയ കിസ്വ അണിയിക്കുക. ഈ വർഷത്തേക്കുള്ള കിസ്വയുടെ പണി ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള കിസ്വയുടെ പണിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. മക്കയിലെ ഉമ്മുൽ ജൂദിലെ കിസ്വ ഫാക്ടറിയിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1. ഈ വർഷത്തെ ഹജ്ജിന് തുടക്കമായിരിക്കുന്നു. ഹജ്ജ് വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മോടൊപ്പം ബഷീർ ഫൈസി ദേശമംഗലം, SKSSF സംസ്ഥാന ട്രഷററും ഒപ്പം ഇന്ത്യയിൽ നിന്നും പോയ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിന്റെ അമീറും കൂടിയാണ് അദ്ദേഹം. ശ്രീ ബഷീർ ഫൈസി ദേശമംഗലം, ഇപ്പോൾ എന്ത് കർമ്മങ്ങളിലാണ് ഇപ്പോൾ തീർത്ഥാടകർ മുഴുകിയിരിക്കുന്നത്? എന്താണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഇന്നലെ രാത്രിയോടുകൂടി മക്കയിൽ നിന്നും അതിന്റെ പരിസര പ്രദേശങ്ങളിലും താമസിച്ചിരുന്ന ഹാജിമാർ യൗമു തർവിയ എന്ന പേര് അറിയപ്പെടുന്ന ദുൽഹിജ്ജ 8 ദിവസത്തിനു വേണ്ടി
മിനയിൽ എത്തിച്ചേർന്നു. ഇന്ന് രാവിലെയുമായി ഹാജിമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. മസ്ജിദുൽ ഹറമിന്റെ വടക്ക് കിഴക്കായി 5 കിലോമീറ്റർ അകലെയാണ് മിന താഴ്വാരം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിലിനെ ബലി അറുക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ മിനയുടെ താഴ്വാരം ഇന്ന് അനുഭവപ്പെട്ടത് ആത്മമധുരമായ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന മന്ത്രോച്ചാരണവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെട്ട ഹാജിമാരുടെ ഒരു വലിയ സംഗമമാണ് ഒരു മിനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി അവർ അറഫയിലേക്ക് നീങ്ങാനുള്ള ഒരുക്കത്തോടെയാണ് ഇരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് അറഫ ആരംഭിക്കുമെങ്കിലും മുത്തവീഫ് സൗകര്യപ്രദമായി മുൻകൂട്ടി തന്നെ ബസ്സുകളിൽ അവരെ അങ്ങോട്ട് നീക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്നത്തെ യൗമു തർവിയ ആരാധനകളിലായി ഒരുമിച്ച് കൂടിയതിനു ശേഷം ഇപ്പോൾ അറഫയിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പിൽ ഹാജിമാർ കാത്തിരിക്കുന്നുകൊണ്ടിരിക്കുകയാണ്. അറഫ ഹജ്ജിലെ എത്ര പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്? അതിന്റെ ചരിത്ര പ്രാധാന്യം എന്താണ്? ശ്രീ ബഷീർ ഫൈസി ദേശമംഗലം. അറഫയാണ് അൽ ഹജ്ജു അറഫ എന്ന ഒരു പ്രവാചക വചനമുണ്ട്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് അറിയപ്പെടുന്നത് അറഫയാണ്. മിനയിൽ നിന്ന് 7 കിലോമീറ്റർ അപ്പുറമാണ് അറഫ. പ്രത്യേകം അതിർത്തി രേഖപ്പെടുത്തിയ ഒരു പ്രദേശമാണ് അറഫ. അവിടെ പ്രവാചകന്റെ ഹജ്ജത്തുൽ വദാഇ അവസാനത്തെയും ആദ്യത്തെയുമായ ഹജ്ജിന്റെ വേളയിൽ 1,10,000 വരുന്ന അനുചര വൃന്ദത്തെ പ്രവാചകൻ അഭിസംബോധന ചെയ്തത് അറഫയിൽ വെച്ചിട്ടാണ്. ആ പ്രഭാഷണത്തിന്റെ അനുസ്മരണം എന്ന നിലയ്ക്ക് ഇപ്പോഴും അറഫയിൽ ദുൽഹിജ്ജ 9 സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയുടെ പ്രഭാഷണം അവിടെ മസ്ജിദുൻ നമിറ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, അവിടെ നടക്കും. ഹാജിമാർ ഈ അറഫയുടെ വിവിധ ഭാഗങ്ങളിലായി. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ ബഷീർ ഫൈസി, താങ്കൾ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി റബീഹ് മുഹമ്മദ് ഇപ്പോൾ അറഫയിൽ നിന്നും ചേരുന്നുണ്ട്. റബീഹ്, അറഫ സംഗമത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എത്രമാത്രം ഒരുങ്ങിക്കഴിഞ്ഞു ഹാജിമാരെ വരവേൽക്കാനായി അറഫ? ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് മിനാ താഴ്വരയിൽ ഒരുമിച്ച് കൂടിയ തീർത്ഥാടക ലക്ഷങ്ങൾ അല്പസമയത്തിനകം മിനായിലേക്ക് നീങ്ങി തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ടാണ് മുഴുവൻ ഹാജിമാരും മിനയിലേക്ക് എത്തേണ്ടത്. എന്നാൽ രാവിലെ മുതലുണ്ടാകുന്ന തിരക്ക് പരിഗണിച്ച് ഇന്ന് രാത്രി മുതൽ തന്നെ തീർത്ഥാടകരെ അറഫയിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ വിവിധ ഹജ്ജ് മിഷനുകളും അതുപോലെ തന്നെ മുത്തവീഫ് സ്ഥാപനങ്ങളെല്ലാം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. വിശാലമായ അറഫ മൈതാനം തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിന് ഇതിനകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പിറകിലുള്ള മസ്ജിദ് നമിറയിലാണ് നാളെ ഉച്ചയ്ക്ക് അറഫ പ്രഭാഷണം നടത്തുക. കഴിഞ്ഞ വർഷങ്ങളായി അറഫ പ്രഭാഷണം നടത്തിയിരുന്ന സൗദി ഗ്രാൻഡ് മുഫ്തി ഇത്തവണ അറഫ പ്രഭാഷണം നടത്തില്ല. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് പകരം സൗദി ഔക്കാഫ് മന്ത്രിയോ അതല്ലെങ്കിൽ ഹറം ഇമാമുമാരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഇത്തവണ അറഫ പ്രഭാഷണം നടത്തുക. അതിനുശേഷം നാളെ വൈകുന്നേരം വരെ ആണ് അറഫ സംഗമം നടക്കുക. വിപുലമായ സംവിധാനങ്ങളും ഒരുക്കങ്ങളുമാണ് അറഫയിൽ ഇതിനു വേണ്ടി സജ്ജമാക്കിയിട്ടുള്ളത്. അറഫയിലെ നമിറ പള്ളിയും അതോടൊപ്പം തന്നെ ജബലുർ റഹ്മക്കും സമീപത്തായിരിക്കും കൂടുതൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുക. പ്രവാചകന്റെ അറഫ അദ്ദേഹത്തിന്റെ ഹജ്ജ് വേളയിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിയത് ഈ നമിറ പള്ളിയിലായിരുന്നു. അതിനുശേഷം ഈ ജബലുർ റഹ്മയുടെ താഴ്വാരത്തായിരുന്നു പ്രവാചകൻ വിശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ജബലുർ റഹ്മക്കും നമിറ പള്ളിക്കും സമീപമായി കൂടുതൽ ധാരാളം വിശ്വാസികൾ ഇന്ന് രാത്രി മുതൽ തന്നെ ഒരുമിച്ച് കൂടും. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരെ അറഫയിലെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മിനായിൽ നിന്നും ബസ് മാർഗവും അതുപോലെ തന്നെ മഷായിർ മെട്രോ ട്രെയിൻ വഴിയും ഹാജിമാരെ അറഫയിലെത്തിക്കും. അതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നാളെ രാവിലെ 9 മണിക്ക് മുമ്പായി എല്ലാ ഹാജിമാരും ഇന്ത്യൻ ഹാജിമാരും അറഫയിലെത്തുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുള്ളത്. നല്ല ഇന്ന് രാത്രിയിലെ ഇപ്പോഴുള്ള ഈ കാലാവസ്ഥ തണുത്ത കാലാവസ്ഥ. റബീഹ് അറഫയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി ബഷീർ ഫൈസിയിലേക്ക്. ശ്രീ ബഷീർ ഫൈസി, ഇപ്പോൾ മിനാ താഴ്വരയിലെ തമ്പുകളിലാണ് തീർത്ഥാടകരുള്ളത്. അവിടെ എത്രമാത്രം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? എന്തൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങളുണ്ട്? ഇത് എത്രമാത്രം സൗകര്യങ്ങൾ തീർത്ഥാടകർക്ക് നൽകുന്നുണ്ട്? കഴിഞ്ഞ 10 വർഷത്തോളമായി ഉണ്ടായിരുന്ന എയർ കണ്ടീഷൻ സംവിധാനങ്ങൾ ഒരു പരീക്ഷണം എന്ന നിലക്ക് ഈ വർഷം മാറ്റിയിട്ടുണ്ട്. പല പൽബദറിനെ പോലെയുള്ള സ്വകാര്യ ഹജ്ജ് സർവീസുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ടെന്റ് ഒരു പരീക്ഷണം എന്ന നിലക്ക് എയർ കണ്ടീഷൻ സംവിധാനം മാറ്റിയിട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് എല്ലാ എയർ കണ്ടീഷൻ സംവിധാനങ്ങളും മാറ്റുമെന്നാണ് കിട്ടിയ വിവരം.
ഹാജിമാർക്കുള്ള സകല സംവിധാനങ്ങളും എല്ലാ അർത്ഥത്തിലുള്ള യാതൊരു പ്രയാസവും ഇല്ലാതെ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാനും മറ്റാവശ്യങ്ങൾക്കുമുള്ള എല്ലാ സംവിധാനങ്ങളും സൗദി ഗവൺമെന്റും നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള മുത്തവൂഫും ഇവിടെ ചെയ്തതായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയതായി കണ്ടുവരുന്നത്. അറഫയിലും ഒരുപക്ഷെ വലിയ രീതിയിലുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കേണ്ടി വരും. കാരണം അറഫ സമ്മേളനം വലിയ തിരക്കുണ്ടാവാൻ ഇടയുള്ള ഒരു വേള കൂടിയാണ്. അവിടെ ഏതൊക്കെ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഇതിനകം അധികൃതർ ഒരുക്കിയിട്ടുണ്ട്? ഇപ്പോൾ കിട്ടിയ വിവരപ്രകാരം കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ എയർ കൂളർ സംവിധാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഓരോ തമ്പുകളിലും കൂളർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മുത്തവഫിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വിവരം. മാത്രമല്ല ഓരോ ഗ്രൂപ്പുകൾക്കുമായി പ്രത്യേകം തമ്പുകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ സംവിധാനങ്ങളാണ് ഈ വർഷം കൊണ്ട് എന്നാണ് അറിവ്. കാലാവസ്ഥ എങ്ങനെയുണ്ട് ശ്രീ ബഷീർ ഫൈസി ഇപ്പോൾ അവിടെ? കാലാവസ്ഥ മക്കയിലോ കടുത്ത ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത്. പക്ഷെ താരതമ്യേന ചൂടൽപ്പം കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാത്രി തണുപ്പ് അനുഭവപ്പെട്ടെങ്കിലും ഇന്ന് പകൽ താരതമ്യേന മക്കയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചൂട് കുറവാണ്. പിന്നെ തമ്പുകളിലാണ് ഹാജിമാർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, പുറത്ത് ഇറങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് എയർ കണ്ടീഷൻ സംവിധാനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ചൂട് അനുഭവപ്പെടുന്നില്ല. വളരെയധികം നന്ദി ശ്രീ ബഷീർ ഫൈസി ദേശമംഗലം ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ വർഷത്തെ ഹജ്ജ് ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. ഹാജിമാർ ഇപ്പോൾ മിനായിൽ എത്തിക്കഴിഞ്ഞു. തൽബിയത്ത് മന്ത്രങ്ങൾ ഉരുവിട്ട് ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ഹാജിമാരുടെ വരവ് ഉച്ചയോടാണ് അവസാനിച്ചത്. ഇപ്പോൾ മിനാ താഴ്വരയിലെ തമ്പുകളിലാണ് തീർത്ഥാടകരുള്ളത്. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനുള്ള ഒരുക്കത്തിലാണിപ്പോൾ തീർത്ഥാടകരുള്ളത്. വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി റബീഹ് മുഹമ്മദ് നൽകിയത്. സൗദി വാർത്താ വിതരണ വകുപ്പ് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക മാധ്യമ സംഘത്തിൽ ഉൾപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. കഴിഞ്ഞ 35 വർഷക്കാലമായി അറഫയിലെ ഹജ്ജിന്റെ സുപ്രധാന കർമ്മമായ അറഫ പ്രസംഗത്തിന് നേതൃത്വം നൽകി വന്നിരുന്ന സൗദി ഉന്നത പണ്ഡിത സഭാ അധ്യക്ഷനും മുഫ്തിയുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ആലു ഷെയ്ഖ് ഈ വർഷം വിട്ടുനിൽക്കുമെന്ന് വിവിധ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആരോഗ്യകരമായ കാരണത്താൽ മസ്ജിദ് നമീറയിലെത്താൻ കഴിയാത്തതിനാലാണ് ആലു ഷെയ്ഖ് വിട്ടുനിൽക്കുന്നത്. പണ്ഡിതസഭാ അംഗവും ഹറം ഇമാമുമായ ഡോക്ടർ സാലിസ് ബിൻ ഹുമൈദ്, ഇസ്ലാമികകാര്യ മന്ത്രി ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ്, ഇരു ഹറം കാര്യാലയ മേധാവിയും ഹറം ഇമാമുമായ ഡോക്ടർ അബ്ദുറഹ്മാൻ അസുദൈസ് തുടങ്ങിയവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും അറഫ പ്രസംഗം നിർവഹിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ. മീഡിയ സ്റ്റാർ തുടരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ഇത്തവണ കുവൈത്തിൽ ഈദ്ഗാഹുകൾക്ക് അനുമതിയില്ലാത്ത സാഹചര്യത്തിൽ KIGയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടക്കുമെന്ന് KIG കേന്ദ്ര കമ്മിറ്റി അറിയിച്ചു. കുവൈത്ത് സിറ്റിയിലെ മസ്ജിദ് ഗർബലി, ഫറവാനിയ പാർക്കിന് സമീപം മസ്ജിദ് നിസാൽ, റാസൽമിയ, അബൂ സുഫിയാൻ മസ്ജിദ്, ഫഹാഹിൽ ബലദിയ പള്ളി, റിഗായ് മസ്ജിദ്, തഖ്വ അൽ മുത്തൈരി, മഖ്ബൂല മസ്ജിദ് റഹ്മാൻ എന്നിവിടങ്ങളിലാണ് പെരുന്നാൾ നമസ്കാരം ഒരുക്കിയിട്ടുള്ളത്. അനീസ് ഫാറൂഖി, സക്കീർ ഹുസൈൻ തുവൂർ, KS സുബൈർ, നിയാസ് ഇസ്ലാഹി, അനീസ് അബ്ദുൽ സലാം, EM സിദ്ദീഖ് ഹസൻ എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. കാലത്ത് 5:50 നമസ്കാരം. UAEയിലെ വിവിധ എമിറേറ്റുകളിലെ പെരുന്നാൾ നമസ്കാരത്തിന്റെ സമയം പ്രഖ്യാപിച്ചു. അബുദാബിയിൽ രാവിലെ 6:19 ദുബൈയിൽ 6:25 പെരുന്നാൾ നമസ്കാരം. ഷാർജയിലും അജ്മാനിലും ഉമ്മുൽ ഖുവൈനിലും 6:23 സമയം. റാസൽ ഖൈമയിൽ 6:21 ഫുജൈറയിൽ 6:20 നമസ്കാരം നടക്കും. ബലിപെരുന്നാൾ പ്രമാണിച്ച് ഖത്തറിലെ തൊഴിലാളികൾക്ക് കുടുംബവുമായി പെരുന്നാൾ ആശംസകൾ പങ്കുവെക്കാൻ ഖത്തർ ചാരിറ്റി സൗജന്യ മൊബൈൽ റീചാർജ് സൗകര്യമൊരുക്കുന്നു. ടെലിഫോൺ റീചാർജ് ചെയ്യാനുള്ള പണമടങ്ങിയ കിറ്റാണ് ഈ വർഷം ഖത്തർ ചാരിറ്റിയുടെ പെരുന്നാൾ സമ്മാനം. കുടുംബങ്ങളിൽ അകന്നു കഴിയുന്ന തൊഴിലാളികൾക്ക് വിശേഷ ദിവസങ്ങളിൽ ബന്ധുമിത്രാദികളുമായി സംവദിക്കാൻ അവസരമൊരുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ഖത്തർ ചാരിറ്റി അധികൃതർ അറിയിച്ചു. തൊഴിലാളികൾ താമസിക്കുന്നതോ പ്രവൃത്തി ചെയ്യുന്നതോ ആയ പ്രദേശങ്ങളിൽ പോയി ചാരിറ്റിയുടെ പ്രവർത്തകർ ഈ സമ്മാനങ്ങൾ അവർക്ക് നൽകും. ഗൾഫ് മേഖലയിൽ നിന്ന് ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട മെഡിക്കൽ സേവനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി രൂപം നൽകിയ ഗൾഫ് രാജ്യങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രഥമ അധ്യക്ഷ സ്ഥാനം ഖത്തറിന് ലഭിച്ചു. ഖത്തർ പ്രതിനിധി ഡോക്ടർ ഖാലിദ് അബ്ദുൽ ഹാദിയാണ് സമിതി അധ്യക്ഷൻ. കഴിഞ്ഞ ദിവസം മക്കയിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് കമ്മിറ്റിക്ക് രൂപം നൽകിയത്.
ബലിപെരുന്നാൾ പ്രമാണിച്ച് തിങ്കളാഴ്ച കുവൈത്തിലെ ഇന്ത്യൻ എംബസിക്ക് അവധിയായിരിക്കും. സെപ്റ്റംബർ 17 വരെ രാജ്യത്ത് പൊതു അവധിയാണെങ്കിലും ചൊവ്വാഴ്ച മുതൽ എംബസി പതിവ് പോലെ പ്രവർത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. കുവൈത്തിൽ 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് റേഷൻ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യരുതെന്ന് നിർദ്ദേശം. വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് റേഷൻ സപ്ലൈയിംഗ് സ്റ്റോറുകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. സ്പോൺസറുടെ ഒറിജിനൽ സിവിൽ ID ഹാജരാക്കാത്ത വീട്ടുജോലിക്കാർക്കും റേഷൻ നൽകരുതെന്ന് വാണിജ്യ മന്ത്രാലയത്തിന്റെ സർക്കുലറിൽ നിർദ്ദേശമുണ്ട്. റേഷൻ വിതരണം വ്യവസ്ഥാപിതമാക്കുന്നതിന്റെ ഭാഗമായാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് റേഷൻ ഉൽപ്പന്നങ്ങൾ നൽകരുതെന്നാണ് സപ്ലൈയിംഗ് സ്റ്റോറുകൾക്കുള്ള നിർദ്ദേശം. റേഷൻ ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുള്ള വീട്ടുജോലിക്കാർക്ക് സ്പോൺസറുടെ ഒറിജിനൽ സിവിൽ ID ഹാജരാക്കിയാൽ മാത്രം റേഷൻ നൽകിയാൽ മതിയെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. റേഷൻ വിതരണത്തിലെ ക്രമക്കേടുകളും അപാകതകളും പരിഹരിക്കുന്നതിനായി 6 ഗവർണറേറ്റുകളിലെയും സപ്ലൈയിംഗ് സ്റ്റോറുകൾ തമ്മിൽ ഇന്റർനെറ്റ് വഴി പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട്. റേഷൻ ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് വിവരങ്ങളും മറ്റും മന്ത്രാലയത്തിന് നേരിട്ട് പരിശോധിക്കാൻ ഇതുവഴി സാധിക്കും. സപ്ലൈയിംഗ് സ്റ്റോറുകൾ വഴി സബ്സിഡിയോടെ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കപ്പെടുന്നതായി നിരവധി പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രാലയം പുതിയ നടപടികൾ കൈക്കൊണ്ടത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ദമാം പ്രവാസി സാംസ്കാരിക വേദി സെൻട്രൽ കമ്മിറ്റി തക്വ മെഡിക്കൽ കോംപ്ലക്സുമായി ചേർന്ന് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് പ്രവാസികൾക്ക് ആശ്വാസമായി. മാസങ്ങളായി ജോലിയും ശമ്പളവുമില്ലാതെ അബ്ബൈക്കിലെ സ്വകാര്യ കമ്പനി ക്യാമ്പിൽ കഴിയുന്നവർക്ക് വേണ്ടി സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പിൽ 170 ഇന്ത്യക്കാരടക്കം 230 പേർ ചികിത്സ തേടിയെത്തി. ഭൂരിഭാഗം തൊഴിലാളികൾ താമസരേഖയും മെഡിക്കൽ ഇൻഷുറൻസും ഇല്ലാത്തവരാണ്. ക്യാമ്പിൽ ഏതാനും പേർക്ക് ഇക്കാമയും മെഡിക്കൽ കാർഡുമുണ്ട്. എന്നാൽ ഇവർക്ക് പോലും ആശുപത്രികളിൽ പോയി ചികിത്സ തേടാൻ സൗകര്യമില്ലാത്തതിനാൽ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. എംബസിയുടെ സഹായമുണ്ടായാൽ മറ്റു കമ്പനികളിലേക്ക് മാറുന്നതടക്കം പരിഹാര സാധ്യത പ്രതീക്ഷിച്ചു കഴിയുകയാണ് പലരും. ഇവിടെ 400-ലധികം വരുന്ന തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഇക്കാമയോ അല്ലെങ്കിൽ മറ്റ് രേഖകളോ ഇല്ലാത്തവരാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഈ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. തുടർ ചികിത്സ ആവശ്യമുള്ള 20 പേർക്ക് സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ ജംഷാദ് കണ്ണൂർ പറഞ്ഞു. ഫിലിപ്പൈൻ എംബസി അധികൃതർ പ്രസ്തുത ക്യാമ്പിൽ ഫിലിപ്പൈൻ പൗരന്മാർക്ക് അവശ്യ സേവനങ്ങൾ നൽകാൻ സന്ദർശിക്കാറുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. രാജു നായിഡു, ഷാജു പടിയത്ത്, ബിജു പൂതക്കുളം, റിയാസ് TK, ആഷിഫ് അബ്ദുൽ അസീസ്, ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം. അന്താരാഷ്ട്ര തലത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ താരതമ്യേന കുറഞ്ഞ രാജ്യമാണ് ഖത്തറെന്ന് ഖത്തർ സൈബർ വകുപ്പ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ ജമാൽ മുഹമ്മദ് അൽ കഅബി വ്യക്തമാക്കി. സൈബർ കുറ്റകൃത്യങ്ങളെ ശക്തമായി നേരിടുന്നതിന്റെ ഭാഗമായി 2014 കൊണ്ടുവന്ന നിയമം മേഖലയിൽ തന്നെ ഏറ്റവും കുറ്റമറ്റതും ശക്തവുമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിൽ 23 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ടോങ്കിയിലെ വ്യാവസായിക മേഖലയിൽ ഭക്ഷ്യവസ്തുക്കളും സിഗരറ്റും പാക്ക് ചെയ്യുന്ന ഫാക്ടറിയിൽ ഇന്ന് രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ദുർബലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ബംഗ്ലാദേശിലെ ഫാക്ടറികളിൽ ഉള്ളത്. 2013 ബംഗ്ലാദേശിൽ നാണ പ്ലാസ എന്ന തുണിമില്ല് കെട്ടിടം തകർന്ന് 1100 പേർ മരിച്ചിരുന്നു. സലഫികളെ തീവ്രവാദികളായി ചിത്രീകരിക്കുക വഴി തൽപര കക്ഷികൾ ഇസ്ലാമിനെ വികൃതമാക്കുകയാണെന്ന് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ വൈസ് ചെയർമാൻ അബൂബക്കർ സലഫി കോഴിക്കോട്ട് സംഘടിപ്പിച്ച വിസ്ഡം പഠന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PN അബ്ദുൽ ലത്തീഫ് മദനി, CP സലീം തുടങ്ങിയവർ പങ്കെടുത്തു. മിഡ് ഈസ്റ്റ് അവർ തുടരുന്നു. UAE-യിലെ പ്രമുഖ ഭക്ഷണ ബ്രാൻഡായ ചിക്കിങ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. 2 മാസത്തിനകം ബ്രിട്ടനിലും പിന്നീട് ഇന്തോനേഷ്യയിലും ശാഖകൾ തുറക്കാനാണ് ഉടമകളായ അൽ ബയാൻ ഫുഡ്സ് പദ്ധതിയിടുന്നത്. 8 രാജ്യങ്ങളിലായി 123 ശാഖകളാണ് ഇപ്പോൾ ചിക്കിങ്ങിനുള്ളത്. പുതിയ ശാഖ അബുദാബിയിലെ മുസഫയിൽ കഴിഞ്ഞ ദിവസം പ്രവർത്തനം ആരംഭിച്ചു. UAE-യിലെ 80ാമത്തെ ശാഖയാണിത്. UAE-യിൽ 20 ശാഖകൾ കൂടി തുറക്കാൻ പദ്ധതിയുണ്ടെന്നും ഗൾഫിൽ സൗദിയിലേക്കും യൂറോപ്പിൽ UK-യിലേക്കും ഉടൻ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും അൽബയാൻ ഫുഡ്സ് അധികൃതർ പറഞ്ഞു. The next plan is to move into UK. That would also open in the next couple of months and 3 outlets will be opening in UK. മലേഷ്യ, ഐവറി കോസ്റ്റ്, ഒമാൻ എന്നിവിടങ്ങളിൽ പുതിയ ശാഖകൾ തുറക്കുന്നതോടൊപ്പം ഇന്തോനേഷ്യയിൽ പ്രവർത്തനം തുടങ്ങാനും പദ്ധതിയുണ്ട്. അബുദാബി മുസഫ ഷാബിയയിൽ തുറന്ന ശാഖയുടെ ഉദ്ഘാടനം അൽബയാൻ ഫുഡ്സ് MD AK മൻസൂർ നിർവഹിച്ചു. മീഡിയ 1 അബുദാബി.
സൗദിയിലെ റീഗൽ ഡേ ടു ഡേ ഷോപ്പിംഗ് മാൾ സ്ഥാപനത്തിന്റെ നവീകരിച്ച ബ്രാൻഡ് ബൂട്ട് ഷോറൂം യാംബുവിൽ ഉദ്ഘാടനം ചെയ്തു. ജലാൽ മുഹമ്മദ് അലി മലൈബാരി ഹോൾഡിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ജലാൽ മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. റീഗൽ മാനേജിംഗ് ഡയറക്ടർമാരായ മുജീബ് റഹ്മാൻ കോണിക്കുഴിയിൽ, മുനീർ പെരുമ്പള്ളി, ഫിനാൻസ് കൺട്രോളർ അബൂബക്കർ, ഫിനാൻസ് ഇൻചാർജ് ഹസൻ, മാനേജർ ഷഫീഖ്, പാർട്ണർമാരായ മുഹമ്മദ് കുട്ടി, അബ്ദുൽ ലത്തീഫ്, ഹാമിദ്, റിഫായി എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ലോകോത്തര ബ്രാൻഡുകളായ ഡോഗ്മാർക്ക്, സ്ട്രൈക്ക്, വുഡ്ലാൻഡ്, നൈക്ക് തുടങ്ങിയ കമ്പനികളുടെ പാദരക്ഷകളുടെയും ബാഗുകളുടെയും കമനീയ ശേഖരം ബ്രാൻഡ് ബ്രൂട്ട്സ് ഷോറൂമിലുണ്ട്. കുവൈത്തിലെ ഇന്ത്യൻ ബാഡ്മിൻ്റൺ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 3ാമത് അന്താരാഷ്ട്ര ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിന് തുടക്കമായി. കുവൈത്ത് ബാഡ്മിൻ്റൺ ഫെഡറേഷനുമായി സഹകരിച്ച് നടത്തുന്ന ടൂർണമെൻറ്റിൽ ഇന്ത്യ, കുവൈത്ത്, UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് പങ്കെടുക്കുന്നത്. സൽവ ഐബാക് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. കുവൈത്ത് ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് അലിമാര്, ഐബാക് ഭാരവാഹികളായ ഡോക്ടർ മണിമാര ചോരൻ, KT ഹരിദാസ്, തർലോചൻ സിംഗ്, സണ്ണി മാത്യു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ അന്താരാഷ്ട്ര തലത്തിൽ സീഡ് ചെയ്യപ്പെട്ട നിരവധി താരങ്ങൾ പങ്കെടുക്കും. നിലവിൽ ഇന്ത്യയിൽ 2ാം റാങ്കും ലോകതലത്തിൽ 152ാം റാങ്കുമുള്ള ശ്രേയാംസ് ജയ്സ്വാൾ ഐബാക് ടീമിനായി കളിക്കും. ഡബിൾസിൽ നേരത്തെ ലോക 10ാം സീഡുകാരനായിരുന്ന മലയാളി താരം രൂപേഷ് കുമാർ, ആദ്യ 10 സീഡിലുള്ള ഇന്ത്യൻ താരങ്ങളായ ഗൗരവ് വെങ്കട്ട്, അനിൽകുമാർ, ഗോപി എന്നിവരും കോർട്ടിലിറങ്ങും. നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ. ഞായറാഴ്ചയാണ് ഫൈനൽ. മീഡിയ 1, കുവൈറ്റ് സിറ്റി. മീഡിയ സ്റ്റാർ ഇവിടെ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.